എന്താണ് PM ശ്രീ പദ്ധതിയെ പറ്റി കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിലെ ഏകദേശം ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിലുള്ള 330-ലധികം വരുന്ന സ്കൂളുകളെ സവിശേഷമായി തെരഞ്ഞെടുത്തിട്ട് ആ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി 1 കോടി മുതൽ 80 ലക്ഷം മുതൽ 1 കോടി 30 ലക്ഷം രൂപ വരെ കേന്ദ്ര സർക്കാർ വകയിരുത്തുമെന്ന ഈ നാടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താ യാഥാർത്ഥ്യം? സ്കൂളിന്റെ പെയിന്റ് അടിക്കാൻ മാത്രമാണോ ഈ ഫണ്ട് സർക്കാർ കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനങ്ങളോടൊപ്പം തന്നെ ഈ നാടിന്റെ മഹിതമായ വിദ്യാഭ്യാസ പാരമ്പര്യം, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഘടന, അതിനെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് RSSന് ആവശ്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ട്രക്ചറിനെ, ഒരു വിദ്യാഭ്യാസ സിലബസിനെ, ഒരു വിദ്യാഭ്യാസ കരിക്കുലത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള പദ്ധതിയുടെ ഒറ്റപ്പേരാണ് PM ശ്രീ പദ്ധതി എന്നത്. ഒരു സംശയവും വേണ്ട, ഇരുട്ടിന്റെ മറവിൽ മുന്നണിയെ മറികടന്ന് ഈ ശിവൻകുട്ടി ഈ പദ്ധതി ഒപ്പിട്ടാലും കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഈ നാടിനോട് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. PM ശ്രീ പദ്ധതിക്ക് രാജ്യത്ത് ഒരു മുഴുവൻ പേരായുള്ളത് പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. പക്ഷേ കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് പിണറായി വിജയൻ മോഡീസ് സ്കൂൾ ഫോർ റേസിസ്റ്റ് ഇന്ത്യ. നിങ്ങൾ രാജിക്കത്തുമായി പോയിട്ട് ആ രാജിക്കത്ത് വലിച്ചെറിഞ്ഞിരിക്കുക, എന്നിട്ടാണ് നിങ്ങളുടെ ഈ തുണ്ടി കടലാസിലെ ആശങ്ക എന്ന് CPI-ക്കാര് SFI-ക്കാരോട് ചോദിക്കുന്ന ഒരു ഗതികേട്. CPI-ക്കാരെ മനസ്സിലാക്കേണ്ടുന്നത് MN സ്മാരകം എന്നൊക്കെ പറഞ്ഞ ചന്ദ്രപ്പനിരിക്കുന്ന കസേരയിലാണോ ബിനോയ് വിശ്വം താങ്കൾ ഇരിക്കുന്നത്? വിവരം വേണം. വെളിയം ഭാർഗവനിരുന്ന കസേരയിലാണോ ബിനോയ് വിശ്വം താങ്കൾ ഇരിക്കുന്നത്? എന്നിട്ട് ബിനോയ് വിശ്വത്തെ കാണാൻ, CPI നേതൃത്വത്തെ കാണാൻ MN സ്മാരകത്തിലേക്ക് ശിവൻകുട്ടി പോകുന്നു. ശിവൻകുട്ടി നടുവിലിരിക്കുന്നു. ഒരു വശത്ത് ബിനോയ് വിശ്വം, മറുവശത്ത് GR അനിൽ. എടോ, അവിടെ വെളിയം ഭാർഗവനോ CK ചന്ദ്രപ്പനോ ഉണ്ടായിരുന്നുവെങ്കിൽ ശിവൻകുട്ടി പോയിട്ട് ശിവൻകുട്ടിയുടെ മേളല് ആ MN സ്മാരകത്തിന്റെ പറമ്പിലേക്ക് കയറില്ലായിരുന്നോ? അകത്തിരിക്കുന്നവർക്ക് ലേശമെങ്കിലും മാന്യതയും ഉളുപ്പും വേണ്ടേ? എന്നിട്ട് വെളുക്കനെ ചിരിക്കുക ശിവൻകുട്ടി. ഞാൻ കരുതി MN സ്മാരകത്തിന്റെ കെട്ടിടം മാത്രമാണ് നവീകരിച്ചത് എന്ന്. കെട്ടിടം മാത്രമല്ല, MN സ്മാരകത്തിനകത്തിരിക്കുന്ന CPI-യെയും അവർ കഴിഞ്ഞ വർഷം അധികാരത്തിന് വേണ്ടി നവീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് സ്മാരകത്തിൽ നിന്നൊരു പ്രകടനം ഇവിടെ അലക്സിന്റെ 2ാം കേസിലേക്ക്. എന്തിനാണോ ഈ സമരകോലാഹലം? SFI-ക്കാരുടെ കമണ്ടം പ്രസ്താവന ഇന്നലെ ഞാനങ്ങനെ നോക്കി. എന്താ? PM ശ്രീ പദ്ധതി ആശങ്കയോടെ നടപ്പിലാക്കാം. PM ശ്രീ പദ്ധതി ആശങ്കയോടെ നടപ്പിലാക്കാം. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ പറ്റില്ല.